ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ടർക്കിഷ് ചിക്കൻ ബണ്ണാണ്. പേര് കേട്ട് ആരും ഞെട്ടണ്ട, ഇത് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ചിക്കൻ പീസസ് ഓരോന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 1.5 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ പച്ച ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മൈദയെല്ലാം കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് മസാല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചീസ് ഒന്ന് മെൽറ്റായതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ. ചീസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടിരിക്കും കേട്ടോ ഈ ചിക്കൻ. നല്ല മണമാണേ. ഇതിപ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഫില്ല് ചെയ്യാനുള്ള ബണ്ണ് പാവ് ബണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർഗർ ബണ്ണോ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. മസാല ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഫില്ലിങ് എന്തായാലും അത്യാവശ്യം നല്ല ക്രീമിയും ചീസിയുമാണ്. കുറച്ചും കൂടി ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചീസ് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബർഗറും സാൻഡ്വിച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇനി മേലത്തെ ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ബണ്ണ്. ഇതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബണ്ണ് വെച്ച് കൊടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. മുകളിൽ കുറച്ച് ബട്ടർ കൂടി ഒഴിച്ച് കൊടുക്കാം. തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ടോസ്റ്റ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വീണ്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടർക്കിഷ് ചിക്കൻ ബണ്ണ്. നല്ല ചീസിയാണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബർഗറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റം ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം.
അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നിങ്ങളെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്